ഹലോ ഫ്രണ്ട്സ്, നമ്മൾ +1 ഫിസിക്സ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 4 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 ഫിസിക്കൽ ക്വാണ്ടിറ്റി, 2 ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, 3 ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ യൂണിറ്റ്സ്, 4 യൂണിറ്റ് സിസ്റ്റം. നമ്മൾ ഈ ക്ലാസ്സോടുകൂടി ഈ വർഷത്തെ +1 ഫിസിക്സ് ടോപ്പിക്കുകളുടെ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. സമയം കളയേണ്ട, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള നമ്മുടെ ആദ്യ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതിനു മുൻപ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന വിഷയത്തെ ആദ്യം തിരഞ്ഞെടുക്കാനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെന്ന് പറയുക. അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ വിശദമായി പഠിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, അവർ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയുള്ള വിശദമായ പഠനമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റികളിലൂടെ യൂണിവേഴ്സിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത്. നോക്കാം, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ദി ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നേരിട്ടോ അല്ലാതെയോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകണമെങ്കിൽ അതിൻ്റെ പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് മെഷറബിൾ ആയിരിക്കണം. പക്ഷേ അത് നേരിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ ആയാലും കുഴപ്പമില്ല. പക്ഷേ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ അടിസ്ഥാനപരമായി ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് മാസ്, ലെങ്ത്, ടൈം ഇവയെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. ഇവയെല്ലാം അളക്കാൻ കഴിയുമെന്നും നമുക്കറിയാം. അപ്പോൾ ഒരു ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുന്നു, ഫിസിക്കൽ അല്ലാത്ത ക്വാണ്ടിറ്റികൾ ഉണ്ടോ? ഉണ്ട്. നേരിട്ടോ അല്ലാതെയോ അളക്കാൻ കഴിയാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ വേറെയുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹാപ്പിനെസ് ഒരിക്കലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. അല്ലെങ്കിൽ ഇൻ്റലക്റ്റ്, ബൗദ്ധികത, അതും ഒരു ക്വാണ്ടിറ്റിയാണ്. ഒരാൾ ബുദ്ധിമാൻ, മറ്റൊരാൾ അത്ര ബുദ്ധിമാനല്ല എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ബുദ്ധിയെ ഒരു അളവുകോലായി പരിഗണിച്ചേ പറ്റൂ. പക്ഷേ അത് നമുക്ക് നേരിട്ടോ അല്ലാതെയോ അളക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കമ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്തായാലും ഇവയൊന്നും നമുക്ക് നേരിട്ടോ അല്ലാതെയോ നമുക്ക് കൃത്യമായി അളന്നെടുക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളല്ല. അതുകൊണ്ട് ഇവയൊന്നും ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ അല്ലതാനും നമ്മുടെ പഠനത്തിൻ്റെ പരിധിയിൽ ഇവരൊന്നും വരുന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയ നമുക്ക് മുമ്പിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ 2 തരത്തിലുണ്ട്. ദെർ ആർ 2 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, 2 ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ 2ആയി തിരിക്കുന്നു. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എന്തടിസ്ഥാനത്തിലാണ് അവയെ എങ്ങനെ തിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് പരസ്പരം ഇൻഡിപെൻഡൻ്റായി നിലകൊള്ളുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെല്ലാം ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുക. എന്താണ് ഇൻഡിപെൻഡൻ്റായി ഇരിക്കുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മറ്റൊരു ഫണ്ടമെൻ്റലോ ഡിറൈവ്ഡോ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ടേംസിൽ എഴുതാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയെ അത് മാത്രമായിട്ട് എഴുതാൻ പറ്റും. അതിനെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ടേംസിൽ നമുക്ക് എഴുതാൻ സാധിക്കില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായി സ്വത്വമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെന്ന് വിളിക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ, മാസ്, ലെങ്ത്, ടൈം ഇവയെല്ലാം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ശരിയാണോ എന്ന് ഈ ഉദാഹരണം വെച്ചുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ
മാസിനെ നമുക്കൊരിക്കലും ലെങ്ത്തിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ടൈമിൻ്റെ ടേംസിലോ എഴുതാൻ പറ്റില്ല. മാസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ലെങ്ത്തും ടൈമും. ഫോർ എക്സാമ്പിൾ, ടൈം ഒരിക്കലും നമുക്ക് ലെങ്തായിട്ട് പറയാൻ പറ്റില്ല, മാസ്സായിട്ടും പറയാൻ പറ്റില്ല, മാസിൻ്റെയോ ലെങ്ത്തിൻ്റെയോ ഒരു കോമ്പിനേഷനായിട്ടും പറയാൻ പറ്റില്ല. അതുതന്നെയാണ് ടൈമിനെ ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നത്. എല്ലാ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും ഈ പ്രത്യേകതയുണ്ട്. എന്നാൽ എന്താണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേംസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് എന്ത് പറയുക? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഇൻഡിപെൻഡൻസി ഇല്ല. എല്ലാ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളും ഏതെങ്കിലുമൊക്കെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾ എപ്പോഴും ആരുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം, വോളിയം, വെലോസിറ്റി, ഫോഴ്സ് എന്നിവയെല്ലാം ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. ഇനി അല്പം കൂടെ കൃത്യമായിട്ടും വിശദമായിട്ടും എന്താണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കിയതെന്നുള്ളത് ഈ പാഠഭാഗം മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നിലവിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, രണ്ട് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ എന്നാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിറൈവ്ഡ് എന്നാൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ടേംസിൽ എഴുതാൻ കഴിയും എന്നുള്ളതാണ്. ക്ലിയർ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? യൂണിറ്റ്. ഇവിടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് യൂണിറ്റ്? യൂണിറ്റ് എന്ന കാര്യത്തിൻ്റെ ആവശ്യകത എന്താണ്? ഇത്തരം വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഒരു വിശദീകരണം നോക്കാം. മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് comparison with a certain basic internationally accepted reference standard called units. അതായത് എല്ലാ മെഷർമെൻറ്റുകളിലും ഏത് അളക്കൽ പ്രക്രിയയിലും അടിസ്ഥാനപരമായി അടങ്ങിയിരിക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്? കമ്പാരിസൺ. ശരിക്കും ഒന്ന് അളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ അന്തർലീനമായി ചെയ്യുന്ന, ഇംപ്ലിസിറ്റായി ചെയ്യുന്ന ഒരു കാര്യം കമ്പാരിസനാണ്. കമ്പയർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം അല്ലേ? എന്തെങ്കിലും ഒന്നുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ കഴിയുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ വലുതാണോ ചെറുതാണോ എന്ന് പറയണമെങ്കിൽ ഇതിനോട് കമ്പയർ ചെയ്യാൻ മറ്റൊരു ലൈൻ എനിക്ക് ഉണ്ടായേ പറ്റൂ. ശരിയല്ലേ? അപ്പം ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പറയാം റെഡിൽ വരച്ചിരിക്കുന്ന ലൈൻ വലുതാണ്. അത് കമ്പയർ ചെയ്തിട്ടാണ്, ഇല്ല യെല്ലോ ലൈനുമായി കമ്പയർ ചെയ്താണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു വസ്തുത, എൻ്റെ കൈവശം ലൈനിന് പകരമായി എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സ്ക്വയറിനെ നോക്കിക്കൊണ്ട് എനിക്ക് ഈ ലൈൻ വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ഒരു ലൈൻ വലുതാണോ ചെറുതാണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു ലൈൻ തന്നെയാണ്. ഒരു സ്ക്വയർ വെച്ചുകൊണ്ട് നമുക്കൊരു ലൈൻ വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ക്വയർ വെച്ചുകൊണ്ട് നമുക്ക് ഇനിയൊരു സ്ക്വയർ വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ട് ഇത് വലുതാണോ ചെറുതാണോ എന്ന് വളരെ ഈസിയായി ഈ സ്ക്വയർ നോക്കിക്കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ മറ്റൊരു പോയിൻ്റ് കൂടെ വരികയാണ്. ഈ കമ്പാരിസൺ നടത്തേണ്ട രണ്ടാൾക്കാരും ഒരേ ആൾക്കാരായിരിക്കണം. ഒരു ലൈൻ കമ്പയർ ചെയ്യാൻ ഒരു ലൈൻ തന്നെ വേണം, ഒരു സ്ക്വയർ കമ്പയർ ചെയ്യാൻ ഒരു സ്ക്വയർ തന്നെ വേണം. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ്, ഇതേ യുക്തിയാണ്, ഈ കാര്യമെന്നല്ല, ഇതേ യുക്തി തന്നെയാണ് യൂണിറ്റ് എന്ന സങ്കല്പത്തിലും ഉള്ളത്. അതായത് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യണം എന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ തന്നെ ഒരു ശകലം എമൗണ്ടിനെ സ്റ്റാൻഡേർഡാക്കി മാറ്റണം. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യെല്ലോ ലൈൻ പോലെ സ്റ്റാൻഡേർഡാക്കി മാറ്റണം. അതിനുശേഷം ആ സ്റ്റാൻഡേർഡിനെ നോക്കിക്കൊണ്ട് നമുക്ക് അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അളക്കാൻ പറ്റും. അതാണ് ഓരോ മെഷർമെൻറ്റിലും സംഭവിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. ലെറ്റ് മീ ടേക്ക് ആൻ എക്സാമ്പിൾ.
ഒരു മാസ് അളക്കുകയാണ് കേട്ടോ. ഒരു മാസ് മെഷർമെൻറ്റ് നമ്മൾ നടത്തുകയാണ്. നമുക്ക് കിട്ടിയ വാല്യൂ ഇങ്ങനെയാണ്, 10 കിലോഗ്രാം എന്നാണ് കിട്ടിയത്. ഇത് അളന്നെടുത്ത മാസാണ്. ഈ അളക്കൽ പ്രക്രിയ നടക്കണമെങ്കിൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് വേണം? കമ്പാരിസൺ വേണം. മാസാണ് അളന്നത്, അപ്പോൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളും ആര് തന്നെ ആയിരിക്കണം? മാസ് തന്നെ ആയിരിക്കണം. അല്ലാതെ മാസ് അളക്കുവാനായി നമുക്ക് ലെങ്ത്ത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലൈൻ വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ ഒരു സ്ക്വയർ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതേ യുക്തിയിൽ തന്നെ നമുക്ക് ഒരു മാസിനെ ഒരു ലെങ്തുമായി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാസ് തന്നെ വേണം. അങ്ങനെ കമ്പയർ ചെയ്യുവാനായി നമ്മളൊരു സ്റ്റാൻഡേർഡ് മാസ് തിരഞ്ഞെടുക്കുകയാണ്. ആ സ്റ്റാൻഡേർഡ് മാസാണ് ഏത്? 1 കിലോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് മാസാണ് എത്ര? 1 കിലോഗ്രാം. ഈ 1 കിലോഗ്രാം എന്ന് എഴുതിയ ഈ സംഭവവും ഇതും എന്തു തന്നെയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ മാസ്. മാസിൻ്റെ ഒരു അല്പം എമൗണ്ട് എടുത്തിരിക്കുന്നു, അതിനെ നമ്മൾ ബേസിക് ആക്കുന്നു, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആക്കുന്നു. ലോകമെമ്പാടും ഇത്ര തന്നെയാണ് 1 കിലോഗ്രാം, അല്ലാതെ വെവ്വേറെയല്ല. ഞാനെടുത്ത 1 കിലോഗ്രാമും മറ്റൊരു രാജ്യത്തെടുത്ത 1 കിലോഗ്രാമും മാറിപ്പോയാൽ നമ്മുടെ കമ്പാരിസൺ മാറുകയും ഈ അളവ് തെറ്റിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ലോകമെമ്പാടും നമ്മൾ 1 കിലോഗ്രാം ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള വസ്തുവിൻ്റെ മാസിനെ ഈ 1 കിലോഗ്രാമുമായി നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും 1 കിലോഗ്രാമിൻ്റെ 10 മടങ്ങാണ് എൻ്റെ വസ്തുവിൻ്റെ മാസ് എന്ന്. അതായത് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് 10 ടൈംസ് 1 കിലോഗ്രാം എന്നാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് മാസുമായിട്ട് 1 കിലോഗ്രാം മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള മാസിനെ അളന്നെഴുതി സ്റ്റാൻഡേർഡ് മാസിൻ്റെ 10 മടങ്ങ്. അത് വളരെ സിമ്പിളായിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 10 കിലോഗ്രാം. ക്ലിയർ? അപ്പോൾ അങ്ങനെ കമ്പാരിസന് വേണ്ടി, മെഷർമെൻറ്റിലെ കമ്പാരിസന് വേണ്ടി ബേസിക്കും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡുമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന റഫറൻസ് സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ്. മാസിൻ്റെ കാര്യത്തിൽ ആ യൂണിറ്റ് കിലോഗ്രാമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ ആ യൂണിറ്റ് ഏതായിരിക്കും? മീറ്റർ ആയിരിക്കും. മീറ്റർ സൂചിപ്പിക്കുന്നത് ഒരു നിശ്ചിത നീളത്തെയാണ്. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിച്ച ആ നിശ്ചിത നീളമായ 1 മീറ്ററിൻ്റെ 2 മടങ്ങ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി എങ്ങനെയാണ് 1 കിലോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്തത്, എങ്ങനെയാണ് 1 മീറ്റർ ഫിക്സ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ലോകമെമ്പാടുമുള്ള അളവ് തൂക്ക പ്രവർത്തനങ്ങൾ നടത്തുവാൻ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ബ്യൂറോ ഉണ്ട്. അവരാണ് 1 കിലോഗ്രാം എത്രയാണ്, 1 മീറ്റർ എത്രയാണ്, 1 സെക്കൻഡ് എത്രയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിന് പല ടെക്നിക്കുകളുണ്ട്. അത് കൂടുതൽ ആക്യുറേറ്റ് ആക്കാനായി അവർ പല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത്രമാത്രം. അപ്പോൾ യൂണിറ്റിൻ്റെ സങ്കല്പം എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കൈവശം മാസുണ്ട്, മാസം അളന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ മാസിൻ്റെ വാല്യൂ 10 എന്ന് മാത്രം എഴുതിയാൽ ഇത് വെറും നമ്പർ മാത്രമാണ്. അളന്നത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ 10 മടങ്ങാണ് എന്നറിയാം. പക്ഷേ അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് കൂടെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം എന്തെഴുതേണ്ടിയിരിക്കുന്നു? അതിൻ്റെ യൂണിറ്റ് എഴുതേണ്ടിയിരിക്കുന്നു. യൂണിറ്റിന് മാറ്റം വന്നാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ രണ്ടിടത്തും സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ 10 മടങ്ങാണെന്നറിയാം. പക്ഷേ ആദ്യത്തേത് മാസിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ 10 മടങ്ങും രണ്ടാമത്തേത് ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൻ്റെ 10 മടങ്ങുമാണ് എന്നുള്ളതൊരു വസ്തുതയായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്നുള്ള സങ്കല്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് അറിയാം, അങ്ങനെയെങ്കിൽ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും എന്തുണ്ടാകും? യൂണിറ്റ് ഉണ്ടാകും. അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയാലും ഉണ്ടാകും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയാലും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ യൂണിറ്റുകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കാരണം നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ യൂണിറ്റുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ദർ ആർ 2 ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്. ഒന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റ്, മറ്റൊന്ന് ഡിറൈവ്ഡ് യൂണിറ്റ്. എന്താണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ദി യൂണിറ്റ്സ്
for the fundamental or base quantities are called fundamental or base units. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ദി യൂണിറ്റ്സ് ഓഫ് ദി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ഫോർ എക്സാമ്പിൾ, കിലോഗ്രാം ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. കിലോഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് മാസിൻ്റെ യൂണിറ്റ് ആയിട്ടാണ്. മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മീറ്റർ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. സെക്കൻഡ് അതും ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈം എന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഡിറൈവ്ഡ് യൂണിറ്റ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ മീറ്റർ പെർ സെക്കൻഡ്, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി യൂണിറ്റാണ് നമുക്കറിയാം. അതൊരു ഡിറൈവ്ഡ് യൂണിറ്റാണ്. ഇതൊരു ഡിറൈവ്ഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ്റെ യൂണിറ്റാണ് നമുക്കറിയാം. ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റാണെന്നറിയാം. ഇവയെല്ലാം ഡിറൈവ്ഡ് യൂണിറ്റുകളുമാണ്. ഇവ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളുമാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുക സ്പീഡിനെയാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്സിലറേഷനെയാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോഴ്സിനെയാണ്. ഈ കാണുന്ന സ്പീഡ്, ആക്സിലറേഷൻ, ഫോഴ്സ് എല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. അവയുടെ യൂണിറ്റുകളെല്ലാം ഡിറൈവ്ഡ് യൂണിറ്റുകളുമാണ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഫണ്ടമെൻ്റലും ഡിറൈവ്ഡുമായിട്ടുള്ള മുഴുവൻ യൂണിറ്റുകളെയും മൊത്തമായി കൂട്ടിവെച്ചാൽ, പറഞ്ഞത് ക്ലിയർ ആയോ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബോത്ത് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും ഡിറൈവ്ഡ് യൂണിറ്റുകളോടെ ചേർത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ കിട്ടും. ആ കളക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സിസ്റ്റം. ഒരു യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പ്ലസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഫണ്ടമെൻ്റലും ഡിറൈവ്ഡുമായ യൂണിറ്റ്സിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സിസ്റ്റം. ലോകമെമ്പാടും ഒരു യൂണിറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് മുൻപ് വാണിജ്യാടിസ്ഥാനത്തിലും സയൻറ്റിഫിക് പർപ്പസിനും വേണ്ടി ഓരോ മേഖല തിരിച്ച് അവർ തങ്ങളുടേതായ യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പോന്നിരുന്നു. അതാണ് യൂണിറ്റുകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നോക്കിയാൽ പലതരം യൂണിറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. CGS, FPS, MKS, അങ്ങനെ പല യൂണിറ്റ് സിസ്റ്റങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല മേഖലകളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിച്ച് പോകുന്നു. എന്താണ് CGS സിസ്റ്റം എന്ന് ചോദിക്കുമ്പോൾ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ് അതിൻ്റെ അബ്രിവേഷൻ. സെൻറ്റിമീറ്റർ ലെങ്തിനെയും ഗ്രാം മാസിനെയും സെക്കൻഡ് ടൈമിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. മറ്റൊന്ന് FPS സിസ്റ്റമാണ്, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഫൂട്ട് ലെങ്തിനെയും പൗണ്ട് മാസിനെയും സെക്കൻഡ് ഒബ്വിയസ്ലി ടൈമിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. മറ്റൊന്നാണ് MKS സിസ്റ്റം, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, ലെങ്ത്ത്, മാസ്, ടൈം. ഇങ്ങനെ ഓൾഡർ ഏജിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന 3 പഴയ യൂണിറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അവയുടെ അബ്രിവേഷൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്നാൽ അതിനുശേഷം ലോകമെമ്പാടും വാണിജ്യം വ്യാപിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോലെയുള്ള സങ്കല്പങ്ങളിലേക്കൊക്കെ ലോകമെത്തുമ്പോഴേക്കും, അതുപോലെ സയൻറ്റിഫിക് പർപ്പസ് ആണെങ്കിലും സയൻസ് ലോകമെമ്പാടുമായി ഓപ്പണായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ലോകത്തെല്ലായിടത്തും ഒരേ യൂണിറ്റ് സിസ്റ്റം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് വന്നു. അങ്ങനെ നമ്മൾ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ട് സ്വീകരിച്ച ഒരു യൂണിറ്റ് സിസ്റ്റമാണ് SI യൂണിറ്റ് സിസ്റ്റം. SI യൂണിറ്റ് സിസ്റ്റം. അതിലൊരു ഫുൾ ഫോം എന്ന് പറയാവുന്ന ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ്. ശരിക്കും SI എന്നുള്ളത് സിസ്റ്റം ഇൻ്റർനാഷണൽ ഡേ യൂണിറ്റ്സ് എന്നുള്ള ഫ്രഞ്ച് വാക്കിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ എന്നോണമാണ് നമ്മളിതിനെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വിശദമായി പഠിക്കേണ്ടതും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതും SI യൂണിറ്റ് സിസ്റ്റമാണ്. SI യൂണിറ്റ് സിസ്റ്റമാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബ്യൂറോ ഓഫ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള മെഷർമെൻറ്റുകളും യൂണിറ്റുകളുമൊക്കെ അതിൻ്റെയൊക്കെ കൃത്യത തീരുമാനിക്കാനായി നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ആ ബ്യൂറോ SI യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അവരാണ് ഓരോ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഓരോ തവണയും അവരുടെ ഒരു ഗ്ലോബൽ കോൺഫറൻസ് ഉണ്ടാവും. ആ കോൺഫറൻസിൽ
ഓരോ യൂണിറ്റുകളും ഇനിയും എത്ര കൃത്യമായി നിർവചിക്കാം എന്ന് ആലോചിക്കുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ SI യൂണിറ്റ് സിസ്റ്റത്തെ വളരെ വിശദമായിട്ട് പഠിക്കും. ഒരു തുടക്കം എന്നോണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.